ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അസീ ഖാസിസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്വിങ്കിൾ ഖന്നയുടെ എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ആ ഒരു കഥയുടെ സമ്മറിയും അതുപോലെ തന്നെ ആ ഒരു പാഠഭാഗം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആദ്യം നമ്മളിവിടെ കാണിക്കുന്നത് ട്വിങ്കിൾ ഖന്നയുടെ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. ലെറ്റ്സ് ഗോ ത്രൂ ദ സമ്മറി. ബബ്ലു കെവാത്ത് വാസ് an ordinary ബോയ് ആൻഡ് നോട്ട് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്. ബബ്ലു കെവാത്ത് ഒരു സാധാരണ കുട്ടിയായിരുന്നു, അവനൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ആഫ്റ്റർ ഹിസ് ഫാദർ ഡൈഡ്, അച്ഛൻ മരിച്ചതിന് ശേഷം ഹിസ് മദർ സ്ട്രഗിൾ ടു സപ്പോർട്ട് ദ ഫാമിലി. തൻ്റെ അമ്മ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ബബ്ലു ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ. ബബ്ലു തൻ്റെ പഠനം ഉപേക്ഷിക്കുന്നു ടു വർക്ക്, ജോലി ചെയ്യാൻ വേണ്ടി, ആൻഡ് ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്. ഒരു വർക്ക്ഷോപ്പിനകത്ത് ബസ് ബോയ് ആയിട്ട് അവൻ ജോയിൻ ചെയ്യുന്നു. സ്ലോലി, പതിയെ, ഹി ബിക്കെയിം എ വെൽഡർ. അവൻ ഒരു വെൽഡറായി മാറുന്നു. ആൻഡ് ലേറ്റർ ടുക്ക് ഓവർ ദ വർക്ക്ഷോപ്പ്. ശേഷം ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ നിയന്ത്രണം അവൻ ഏറ്റെടുക്കുന്നു. റണ്ണിങ് ഇറ്റ് സക്സസ്ഫുള്ളി. വിജയകരമായി ആ ഒരു വർക്ക്ഷോപ്പ് അവൻ നടത്തിക്കൊണ്ടു പോകുന്നു. ഹി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ് വിത്ത് ഗൗരി. അവൻ ഗൗരിയെ അറേഞ്ച് മാരേജ് ചെയ്യുന്നു. വൺ ഡേ, ഒരു ദിവസം, ബബ്ലു നോട്ടീസ്ഡ് ഗൗരി യൂസിങ് എ റാഗ്. തൻ്റെ ഭാര്യ ഗൗരി ഒരു പഴകിയ തുണിക്കഷ്ണം ഉപയോഗിക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നു. ഡ്യൂറിങ് ഹർ മെൻസ്ട്രൽ പീരീഡ്, അവരുടെ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത്. ഷോക്ക് ടു ലേൺ ദാറ്റ് മെനി വിമൻ യൂസ് സച്ച് അൺഹൈജീനിക് മെത്തേഡ്സ്. ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇദ്ദേഹം ഷോക്ക്ഡ് ആകുന്നു. ഹി ബോട്ട് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ഫോർ ഹർ. ബബ്ലു കെവാത്ത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സാനിറ്ററി നാപ്കിൻ്റെ ഒരു പാക്ക് വാങ്ങുന്നു. ഹി വാസ് സർപ്രൈസ്ഡ് ബൈ ദ ഹൈ പ്രൈസ് ആൻഡ് റിയലൈസ്ഡ് മോസ്റ്റ് വില്ലേജ് വിമൻ കുഡിൻ അഫോർഡ് ദം. ആ ഒരു സാനിറ്ററി നാപ്കിൻ്റെ എമൗണ്ട് കണ്ടപ്പോൾ ബബ്ലു കെവാത്ത് ആകെ ഞെട്ടിപ്പോകുന്നു. മാത്രമല്ല, അവരുടെ ഗ്രാമത്തിലെ പല സ്ത്രീകൾക്കും ഇത് അഫോർഡബിൾ അല്ല എന്ന കാര്യവും കൂടെ മനസ്സിലാക്കുന്നു. ദിസ് മെയ്ഡ് ഹിം ഡിറ്റർമൈൻ ടു മേക്ക് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ്. ഈ ഒരു കാരണമാണ് അദ്ദേഹത്തെ സാനിറ്ററി നാപ്കിൻസ്, ചെറിയ വിലയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. യൂസിങ് സിമ്പിൾ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്, ഹി ബിഗാൻ എക്സ്പെരിമെൻറ്റിങ്. സിമ്പിളായ ടൂളുകളും മെറ്റീരിയൽസും ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ പരീക്ഷണം തുടങ്ങുന്നു. ഹിസ് എഫേർട്സ് ക്രിയേറ്റഡ് സം അൺറെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾ ഫാമിലിക്കകത്ത് ഒരു അസ്വാരസ്യത്തിന് കാരണമാകുന്നു. ഹിസ് മദർ ആൻഡ് വൈഫ് വർ അപ്സെറ്റ്. ഭാര്യയും അമ്മയും ഈ ഒരു കാര്യത്തിൽ അപ്സെറ്റ് ആയിരുന്നു. ആൻഡ് ദ വില്ലേജേഴ്സ് മോക്ക്ഡ് ഹിം. ഈ ബബ്ലു കെവാത്തിനെ ഗ്രാമീണരായ ആളുകൾ കളിയാക്കുന്നുണ്ട്. റൂമേഴ്സ് സ്പ്രെഡ് ഇൻ ദ വില്ലേജ് വെൻ ഹി ടെസ്റ്റഡ് ദ പാഡ്സ് ഓൺ ഹിംസെൽഫ് യൂസിങ് ബ്ലഡ് ആൻഡ് എ റബ്ബർ ട്യൂബ്. റബ്ബർ ട്യൂബും ബ്ലഡും ഉപയോഗിച്ച് ഈ ഒരു സാനിറ്ററി നാപ്കിൻ സ്വന്തമായി പരീക്ഷണം നടത്തുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ ചൊല്ലിയിട്ട് ഗോസിപ്പുകൾ ഗ്രാമത്തിൽ പരക്കുന്നുണ്ട്. ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം സെയിങ് ഷി വുഡ് റിട്ടേൺ ഓൺലി ഇഫ് ഹി സ്റ്റോപ്പ് ഹിസ് മാഡ്നസ്. നിങ്ങൾ ഈ ഭ്രാന്ത് നിർത്തിയെങ്കിൽ മാത്രമേ ഇനി ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകുന്നു. ഹിസ് മദർ ഓൾസോ ലെഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ അമ്മയും വിട്ടുപോകുന്നു. ബബ്ലു ലോസ് ഹിസ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് മണി. ബബ്ലുവിന് തൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പണവും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നു. യെറ്റ് ഹി ഡിഡൻറ്റ് ഗിവ് അപ്പ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ബിക്കോസ് ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ദ പൂർ വിമൻ. കാരണം അദ്ദേഹത്തിന് പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കണമായിരുന്നു. ലീഡ് ഹൈജീനിക് ലീവ്സ്, അവർക്ക് നല്ലൊരു വൃത്തിയോടുകൂടിയുള്ള ജീവിതം നയിക്കാം. ബബ്ലു സ്റ്റോറി ഷോസ് ഹിസ് കറേജ് ആൻഡ് സെൽഫ്ലെസ്നെസ് ഇൻ ദ ഫേസ് ഓഫ് ഗ്രേറ്റ് സോഷ്യൽ പ്രഷർ ആൻഡ് പേഴ്സണൽ ലോസ്. വ്യക്തിപരമായ നഷ്ടങ്ങളുടെയും സോഷ്യൽ പ്രഷറിൻ്റെ സമയത്തും ഉള്ള ബബ്ലു കെവാത്തിൻ്റെ സെൽഫ്ലെസ് ആയ കറേജാണ് നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാൻ പറ്റുന്നത് എന്നതാണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സമ്മറി. സോ ഇനി നമുക്ക്
ഇതിനകത്തെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണ് എന്നത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അടുത്ത സെഷനിലേക്ക് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ എ. വാട്ട് ഇമ്പാക്ട് ഡിഡ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹാവ് ഓൺ ബബ്ലൂസ് ഫാമിലി? അച്ഛൻ്റെ മരണം എങ്ങനെയാണ് ബബ്ലുവിൻ്റെ ഫാമിലിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത്? His father's death left the family struggling financially, so Bablu dropped out of school to get a job and help his mother. അച്ഛൻ്റെ മരണം ബബ്ലുവിൻ്റെ ഫാമിലിയെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെ ബബ്ലു തൻ്റെ പഠനം ഉപേക്ഷിക്കുകയും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് ഇറങ്ങുകയും ചെയ്തു. ഓക്കെ, ബി. വാട്ട് ട്രേറ്റ്സ് ഓഫ് ബബ്ലു ഇംപ്രസ് യു? ബബ്ലുവിൻ്റെ ഏതെല്ലാം ക്വാളിറ്റീസ് ആണ്, സ്വഭാവ ഗുണങ്ങളാണ് നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്നത് എന്നതാണ്. ബബ്ലു വാസ് കെയറിംഗ്, ഡിറ്റർമൈൻഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ അതേഴ്സ്. ഹി ഡിഡൻറ്റ് ഗിവ് അപ്പ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഈവൻ വെൻ ഹിസ് നെയ്ബേഴ്സ് ആൻഡ് ഹിസ് ഓൺ ഫാമിലി വർ അഗെയിൻസ്റ്റ് ഹിം. അതായത് ബബ്ലു കെയറിംഗ് ആയിരുന്നു, ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ അദ്ദേഹം റെഡി ആയിരുന്നു. ഈ ക്വാളിറ്റീസ് ആണ് എന്നെ എന്ത് ചെയ്തത്, ഇംപ്രസ് ചെയ്തത് എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ സി. ഹൗ വുഡ് ദ എക്സോർബിറ്റന്റ് പ്രൈസ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് അഫക്റ്റ് ദ ഫാമിലി ബഡ്ജറ്റ്? സാനിറ്ററി നാപ്കിൻസിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഒരു പ്രൈസ് എങ്ങനെയാണ് അവരുടെ ഫാമിലി ബഡ്ജറ്റിനെ സ്വാധീനിച്ചത്, എഫക്റ്റ് ചെയ്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ബബ്ലൂസ് വൈഫ് ആൻഡ് സിസ്റ്റർ ബൈ സാനിറ്ററി നാപ്കിൻസ് മന്ത് ആഫ്റ്റർ മന്ത്, മാസാമാസം ബബ്ലുവിൻ്റെ ഭാര്യയ്ക്കും സഹോദരിക്കും ഈ സാനിറ്ററി നാപ്കിൻ വാങ്ങുകയാണെങ്കിൽ ദ ഫാമിലി വോണ്ട് ഹാവ് എനഫ് മണി ഈവൻ ഫോർ മിൽക്ക് ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ. അവൻ്റെ ഫാമിലിക്ക് തൈരും നെയ്യും വാങ്ങാൻ മാത്രമല്ല പാല് വാങ്ങാൻ പോലും പണം ഉണ്ടാകില്ല എന്ന കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നു. ഡി. വൈ വാസ് ബബ്ലു ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്? വാട്ട് വാസ് ഇറ്റ്? എന്തുകൊണ്ടാണ് ബബ്ലു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? എന്തായിരുന്നു ആ പ്രൊജക്ട്? വെൻ ബബ്ലു ബോട്ട് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻ ഫോർ ഹിസ് വൈഫ്, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ്റെ പാക്ക് വാങ്ങുന്ന സമയത്ത് he had to pay an exorbitant price of 40 rupees. ഒരു വലിയ തുക തന്നെ ആ ഒരു സാനിറ്ററി നാപ്കിന് കൊടുക്കണമായിരുന്നു, 40 രൂപ, വിച്ച് വാസ് അൺഅഫോർഡബിൾ ഫോർ ദ വില്ലേജ് വിമൻ. ഗ്രാമീണരായ സ്ത്രീകൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. സോ ഹി ഡിസൈഡഡ് ടു പെർസ്യൂ എ പ്രോജക്റ്റ് ഓഫ് മേക്കിംഗ് അഫോർഡബിൾ പാഡ്സ് യൂസിങ് സിമ്പിൾ മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് അദ്ദേഹം സിമ്പിളായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും വാങ്ങത്തക്ക രീതിയിലുള്ള പാഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. ക്വസ്റ്റ്യൻ ഇ. വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ബബ്ലൂസ് ഫാമിലി ടു ഹിസ് എക്സ്പെരിമെൻറ്റ്? തൻ്റെ പരീക്ഷണങ്ങളോട് എന്തായിരുന്നു ബബ്ലുവിൻ്റെ ഫാമിലിയുടെ റെസ്പോൺസ്? ആൻസർ. ഹിസ് ഫാമിലി വാസ് അപ്സെറ്റ് ആൻഡ് അഷെയിംഡ്. അവൻ്റെ ഫാമിലി അഷെയിംഡ് ആയിരുന്നു, ആകെ നാണക്കേടിലായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്, ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഹിസ് മദർ ബാഗ്ഡ് ഹിം ടു സ്റ്റോപ്പ്. അമ്മ നിർത്തണമെന്ന് പറഞ്ഞ് അവനോട് യാചിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം. തൻ്റെ ഭാര്യ അവനെ വിട്ടുപോകുന്നു. സെയിങ് ഷി വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹി ഗേവ് അപ്പ് ഹിസ് മാഡ്നസ്. നിങ്ങൾ ഈ ഭ്രാന്ത് ഉപേക്ഷിക്കുന്ന സമയം മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും വിട്ടുപോകുന്നു. ഓക്കെ. എഫ്. വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ദ വില്ലേജേഴ്സ് ടു ബബ്ലൂസ് എക്സ്പെരിമെൻറ്റ്സ്? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിയർ ആറ്റിറ്റ്യൂഡ്? സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കുക, ബബ്ലുവിൻ്റെ പരീക്ഷണങ്ങളോട് എങ്ങനെയാണ് അവൻ്റെ സമൂഹം പ്രതികരിച്ചത്, സമൂഹത്തിൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നതാണ് ചോദ്യം. ആൻസർ. The villagers humiliated and spread rumors, making his family feel ashamed. തൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് ഗോസിപ്പുകളും അതുപോലെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. They disgraced his family with rough whispers and rude glances. അതായത് ഐ മീൻ
അവർക്കെതിരെ അടക്കം പറച്ചിലുകൾ കൊണ്ടും അതുപോലെ തന്നെ റൂഡായ നോട്ടം കൊണ്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അപമാനിക്കുന്നുണ്ട്. ആൻഡ് ദിയർ ആറ്റിറ്റ്യൂഡ് വാസ് അൺഫെയർ ആസ് ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ഗുഡ് ഇന്റൻഷൻസ്. ബബലു ഖെവാത്തിൻ്റെ ശരിക്കുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു അൺഫെയർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു സമൂഹത്തിന് അവരോടുണ്ടായിരുന്നത് എന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ജി. Why was Babalu determined to continue his experiments even against his family's wishes? I mean, ഫാമിലിയുടെ വിഷസിനെതിരായിട്ട് എന്തുകൊണ്ടാണ് ബബലു തൻ്റെ പരീക്ഷണങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്? ഹി വാണ്ടഡ് ടു ഹെൽപ്പ് പൂർ വിമൻ. അദ്ദേഹത്തിന് പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കണമായിരുന്നു. ഹു യൂസ്ഡ് അൺഹൈജീനിക് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻ. സാനിറ്ററി നാപ്കിൻസിന് പകരം പഴകിയ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ അദ്ദേഹത്തിന് സഹായിക്കണമായിരുന്നു. ദേ കുഡിൻറ്റ് അഫോർഡ് ടു ബൈ നാപ്കിൻസ് ആൻഡ് വോ പ്രോൺ ടു ഡിസീസ്. അവരെ കൊണ്ട് ഈ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ കഴിയുമായിരുന്നില്ല, മാത്രമല്ല അത് രോഗം വരുത്തി വയ്ക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. സോ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു കണ്ടിന്യൂ വിത്ത് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഓഫ് മേക്കിംഗ് അഫോർഡബിൾ നാപ്കിൻസ് അഗെയിൻസ്റ്റ് ഹിസ് ഫാമിലീസ് വിഷസ്. അതുകൊണ്ടാണ് തൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായിട്ടും ഇദ്ദേഹം അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ബബ്ലൂസ് പ്ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ അവസാനമാകുമ്പോഴേക്ക് എന്താണ് ബബ്ലുവിൻ്റെ സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ എന്തായിരുന്നു, അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ഹിയർ ആൻസർ. Bablu lost his wife, family, friends and hard-earned money. ബബ്ലുവിന് തൻ്റെ ഭാര്യനെ, കുടുംബത്തെ, സുഹൃത്തുക്കളെ, അവനെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയിട്ടുള്ള പണമെല്ലാം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ഹി വാസ് ലെഫ്റ്റ് അലോൺ ആൻഡ് ഹിസ് ലൈഫ് റിപ്ഡ് അപ്പാർട്ട്. അവന് ആകെ ഒറ്റപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം തകരുകയും ചെയ്തു. ഓൾ ബിക്കോസ് ഹി ട്രൈ ടു ഡു സംതിങ് ഗുഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ടെക്സ്ച്വലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്തും പഠിച്ചിരിക്കേണ്ടത്. ഈ ഒരു ചോദ്യോത്തരങ്ങൾക്ക് ശരിക്കും ഉത്തരം എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കഥയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനകത്ത് ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സെഷനകത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ പ്ലീസ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. വൈ ഡു ബബ്ലൂസ് നെയ്ബർ ആൻഡ് ഫ്രണ്ട്സ് ഡെസേർട്ട് ഹിം? എന്തുകൊണ്ടാണ് ബബ്ലുവിൻ്റെ നെയ്ബേഴ്സ് അതുപോലെ സുഹൃത്തുക്കൾ അവനെ ഡെസേർട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. Answer. Bablu's neighbors and friends desert him because they do not understand the reason behind his experiments with sanitary napkins. അതായത് ബബ്ലുവിൻ്റെ സുഹൃത്തുക്കളും തൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകളും ബബ്ലുവിനെ ഒറ്റപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണത്തിന് പിന്നിലുള്ള ശരിയായ ഉദ്ദേശം എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇൻ ഹിസ് വില്ലേജ്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ, ദ ടോപ്പിക് ഓഫ് മെൻസ്ട്രേഷൻ as considered a taboo. എപ്പോഴും അവരുടെ ഗ്രാമത്തിനകത്ത് ഒരു ഈ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചുള്ള ആർത്തവ ചക്രത്തെ ചൊല്ലിയുള്ള ഈ ഒരു ചർച്ചകളെല്ലാം തന്നെ എന്തോ ഒരു വലിയൊരു തിന്മയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. When people find out that Bablu is working with pads and testing them using blood, they spread all kinds of rumors. അതായത് എപ്പോഴാണോ സമൂഹം അറിഞ്ഞത് ബബ്ലു സാനിറ്ററി നാപ്കിൻസ് റിലേറ്റഡ് ആയാണ് പരീക്ഷണം നടത്തുന്നത്, രക്തം ഉപയോഗിച്ച് അത് സാനിറ്ററി നാപ്കിനിലാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എന്നറിഞ്ഞപ്പോൾ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ അവിടെ നടത്തുന്നുണ്ട്. ദ വില്ലേജേഴ്സ് ഹ്യൂമിലിയേറ്റ് ഹിം. ഗ്രാമീണരായ ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുന്നു. വിത്ത് റഫ് വിസ്പേഴ്സ്, ക്രൂരമായ അടക്കം പറച്ചിലുകളിലൂടെ, അതുപോലെ ആൻഡ് റൂഡ് ഗ്ലാൻസസ്, പരുക്കനായ നോട്ടത്തിലൂടെ. ഈവൻ ഹിസ് ഫാമിലി ഫീൽസ് അഷെയിംഡ്. അവൻ്റെ കുടുംബത്തിന് പോലും നാണം കെട്ട പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. ഹിസ് മദേഴ്സ് ബാക്ക് സീംസ് ടു സ്ട്രോങ്. അമ്മ
അവനോട് യാചിക്കുന്നുണ്ട് നിർത്തണമെന്ന് പറഞ്ഞ്. ആൻഡ് ഹിസ് വൈഫ് ലീവ്സ് ഹിം, ഭാര്യ അവനെ വിട്ടുപോകുന്നു. സെയിങ് ഷി വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഹി ഗിവ്സ് അപ്പ് ഹിസ് മാഡ്നസ്. ഈ ഒരു മാഡ്നസ് എന്നാണോ നിർത്തുന്നത് അന്ന് മാത്രമേ ഇനി ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും വിട്ടുപോകുന്നു. സോ ബിക്കോസ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ലാക്ക് ഓഫ് അവെയർനെസ് ആൻഡ് ഫാൾസ് റൂമേഴ്സ്, ബബ്ലു ബിക്കംസ് ഐസൊലേറ്റഡ്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ബബ്ലുവിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മ, അതുപോലെ ഈ കുപ്രചരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ബബ്ലുവിനെ സമൂഹത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ഒറ്റപ്പെടുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, വൈ ഡസ് ബബ്ലു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ്? എന്തുകൊണ്ടാണ് ബബ്ലു തൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നത്? ബബ്ലു കണ്ടിന്യൂസ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ബിക്കോസ് ഹി വാണ്ട്സ് ടു ഹെൽപ്പ് പൂർ വിമൻ who use unhygienic rags instead of clean sanitary napkins. സാനിറ്ററി നാപ്കിന് പകരം വൃത്തിയില്ലാത്ത റാഗ്സ് ഉപയോഗിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ ഇദ്ദേഹത്തിന് സഹായിക്കണമായിരുന്നു. ഹി നോസ് ദാറ്റ് ദീസ് വിമൻ ആർ പ്രോൺ ടു ഡിസീസസ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ പഴകിയ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ക്യാൻറ്റ് അഫോർഡ് ദ പാഡ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് അവരെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. ആൻഡ് ഈവൻ വെൻ എവ്രി വൺ is against him, his wife, his mother, his neighbors, he doesn't give up. I mean, സമൂഹം മുഴുവനും, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും തന്നെ അദ്ദേഹത്തെ എതിർത്ത സമയത്തും അദ്ദേഹം ഈ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നില്ല. His strong purpose and care for women's health make him determined to continue his experiments. അദ്ദേഹത്തിൻ്റെ ഉറച്ച ലക്ഷ്യബോധവും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കെയറിങ്ങും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് അക്കോർഡിംഗ് ടു മുരുകനന്ദം ഇസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? മുരുകനന്ദത്തിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേർപ്പസ് എന്താണ്, ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കഥ കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിന്നാണ് ശ്രീ പത്മശ്രീ അരുണാചലം മുരുകനന്ദവുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂക്കകത്തിൽ നിന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടുന്നത്. സോ ഹിയർ ദ ആൻസർ. അക്കോർഡിംഗ് ടു മുരുകനന്ദം, മുരുകനന്ദത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. വിദ്യാഭ്യാസമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ബട്ട് ഹീ ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡിൻറ്റ് ജസ്റ്റ് ലീഡ് ടു ബെഗിങ് ഫോർ എ ജോബ്. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസം ഒരിക്കലും നമ്മളെ ഒരു ജോലിക്ക് വേണ്ടി യാചിക്കാൻ തക്ക രീതിയിലാക്കരുത്. ഇൻസ്റ്റെഡ് സ്റ്റുഡൻസ് ഷുഡ് യൂസ് ദിയർ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഇൻ സൊസൈറ്റി. പകരം വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിനകത്തെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കണം. ഹി സേസ് കൺവേർട്ട് എവറി പ്രോബ്ലം ഇൻ ടു എൻ ഓപ്പർച്യൂണിറ്റി. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും ഒരു അവസരമായി കാണുക. സ്റ്റുഡൻറ് ഷുഡ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ്. വിദ്യാർത്ഥികൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിരിക്കണം ശ്രമിക്കുന്നത്. ആൻഡ് ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. ഈ പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നവരായിട്ട് നിങ്ങൾ മാറണം. ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്, മാത്രമല്ല ഒരു സാമൂഹ്യ സംരംഭകരായിട്ട് നിങ്ങൾ മാറണം എന്നതും കൂടെ അദ്ദേഹം പറയുന്നു. ദാറ്റ് ഈസ് the real purpose of education to transform the world. ഈ ലോകത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നതും കൂടെ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, വൈ ഡിഡ് മുരുകനന്ദം ബിഗിൻ ടു തിങ്ക് ഓഫ് ഡിസൈനിങ് മെഷീൻസ്? എന്തുകൊണ്ടാണ് മുരുകനന്ദം മെഷീനുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത്? Muruganandam began to think of designing machines when he realized that the existing machines used to produce sanitary napkins were too expensive, costing crores of rupees. എപ്പോഴാണോ ഈ അരുണാചലം മുരുകനന്ദം മനസ്സിലാക്കുന്നത് ഈ സാനിറ്ററി നാപ്കിൻസ് മേക്ക് ചെയ്യാൻ ആവശ്യമുള്ളതായ ഈ മെഷീനറീസ് കോടിക്കണക്കിന് രൂപ വരുന്നതാണ് എന്നത് മനസ്സിലാക്കിയ സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ മെഷീനുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. കാരണം ദിസ് മെന്റ് ദാറ്റ് നാപ്കിൻസ് വുഡ് നെവർ ബി അഫോർഡബിൾ ഫോർ പൂർ വിമൻ. ഈ സാനിറ്ററി നാപ്കിൻസ് മേക്ക് ചെയ്യുന്ന മെഷീനറീസിന് കോടിക്കണക്കിന് രൂപ വരുന്ന സമയത്ത് ഒരിക്കലും തന്നെ
ആ മെഷീനറി ഉപയോഗിച്ചുണ്ടാക്കുന്ന മെറ്റീരിയൽ അഫോർഡബിൾ പ്രൈസിനകത്ത് കിട്ടൂല. സോ ഹി ഡിസൈഡഡ് ടു ഡിസൈൻ അഫോർഡബിൾ മെഷീൻ ഹിംസെൽഫ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യത്തക്ക രീതിയിലുള്ള മെഷീനറി ഡിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ത്രൂ ട്രയൽ ആൻഡ് എറർ, അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു, പലതിലും പരാജയപ്പെടുത്തുന്നു, വീണ്ടും നടത്തുന്നു. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന മെത്തേഡിലൂടെ ഹി സക്സീഡഡ് ഇൻ മേക്കിംഗ് 3 സിമ്പിൾ മെഷീൻസ് ഫോർ ഡിഫൈബ്രേഷൻ, കംപ്രഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. 3 പ്രക്രിയകൾക്കുള്ള മെഷീനറീസ് അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഡിഫൈബ്രേഷനും കംപ്രഷനും സ്റ്റെറിലൈസേഷനും. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ഈവൻ ബൈ പീപ്പിൾ വിത്തൗട്ട് മച്ച് ട്രെയിനിങ്. മതിയായ ട്രെയിനിങ് പോലും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് മേക്കിംഗ് ചീപ്പർ മെഷീൻ വാസ് ദ ഓൺലി വേ ടു മേക്ക് നാപ്കിൻസ് അഫോർഡബിൾ ഫോർ എവ്രി വൺ. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് വില കുറഞ്ഞ മെഷീനറീസ് അവൈലബിൾ ആകുമ്പോൾ മാത്രമേ ഈ സാനിറ്ററി നാപ്കിൻസ് എല്ലാവർക്കും വാങ്ങത്തക്ക രീതിയിലുള്ള എമൗണ്ടിലേക്ക് വരികയുള്ളൂ എന്നതറിയുന്നത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഹിയർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഐഡിയാസ് ഓഫ് മുരുകനന്ദം ഇംപ്രസ് യു ദ മോസ്റ്റ്? മെൻഷൻ എനി ടു. ഏതെങ്കിലും 2 നിങ്ങളെ ഇംപ്രസ് ചെയ്ത മുരുകനന്ദത്തിൻ്റെ ഐഡിയാസ് ചോദിക്കുന്നുണ്ട്. വൺ ഐഡിയ ദാറ്റ് ഇംപ്രസസ് മീ ഇൻ ഹിസ് ബിലീഫ് എൻ ഇമ്പാക്ട് ഓവർ പ്രോഫിറ്റ്. അദ്ദേഹം പ്രോഫിറ്റിനേക്കാളും ഇമ്പാക്റ്റിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് എന്ന ആ ഒരു ഐഡിയ ആണ് എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്തത്. ഹി സേസ് ദാറ്റ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്ട് ബേസ്ഡ്. അദ്ദേഹം പറയുന്നു, ഒരു സാമൂഹ്യ സംരംഭം എന്ന് പറയുന്നത് ഇമ്പാക്ട് ബേസ്ഡ് ആയിരിക്കണം. ആൻഡ് ഹി പ്രിഫേഴ്സ് ദ വേർഡ് ഡീറ്റെയിൽ ഓർ റീറ്റെയിൽ ബിക്കോസ് their aim is to increase awareness, not just sales. അദ്ദേഹം റീറ്റെയിൽ എന്നതിനേക്കാളും ഡീറ്റെയിൽ എന്ന വേർഡിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നതിനേക്കാളും ഡീറ്റെയിൽ ചെയ്യാനാണ്, ഒരു കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത് എന്ന കാര്യം പറയുന്നുണ്ട്. അനദർ ഐഡിയ ആസ് ഹിസ് വിഷൻ ടു എംപവർ വിമൻ. എന്നെ ഇംപ്രസ് ചെയ്ത മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ ശക്തിപ്പെടുത്താനുള്ള ആ ഒരു ഐഡിയ ആണ്. ഹി സേസ് ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ ദ വിമൻ. അദ്ദേഹം പറയുന്നു, സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി സ്ത്രീ ശക്തിയെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹി പ്രൊമോട്ട്സ് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ടു ക്രിയേറ്റ് നാപ്കിൻസ് ആൻഡ് സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ഹൈജീൻ. വൃത്തിയെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകാനും അതുപോലെ തൻ്റെ നാപ്കിൻസിന് ഈ വിമൻസിൻ്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകൾക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ അവരെ തന്നെയാണ്. അതിനെയൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹി ഡ്രീംസ് ഓഫ് creating 1 million jobs for women and ensuring 100% hygiene in households. അദ്ദേഹം സ്ത്രീകൾക്ക് മില്യൺ കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തെയും അതുപോലെ തന്നെ 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്, എല്ലാ വീടുകളിലും തന്നെ 100% വൃത്തി ഉറപ്പുവരുത്തുക എന്ന ആ ഒരു കാര്യത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്തത് എന്ന രീതിയിലാണ് നമ്മളിവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റിലേറ്റഡ് ടു ദ ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ ഖന്ന. ഓക്കെ, അപ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ദാറ്റ് വിൽ ബി ഇൻ അനദർ വീഡിയോ. Please just stay tuned for it and see you in another video. Till then, bye. Thank you. It's me signing off. Asi Causes.